റൊസാരിയം വിത്താരെ 2025 ഒക്ടോബർ 16. പരിശുദ്ധ രാജ്ഞി എന്ന പ്രാർത്ഥന ഒരുപക്ഷെ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന കഴിഞ്ഞാൽ കത്തോലിക്കർ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന പ്രാർത്ഥനയാണ് എന്ന് പറയാം. പ്രധാനമായും 5 ആത്മീയ ദൈവശാസ്ത്ര ചിന്തകളാണ് ഈ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നാമതായി, പരിശുദ്ധ മറിയം മാതാവും രാജ്ഞിയുമെന്ന സത്യവും, പരിശുദ്ധ മറിയം സഹനങ്ങളിൽ ആശ്വാസമാണെന്ന സത്യവും, പരിശുദ്ധ മറിയം പ്രത്യാശയും മധ്യസ്ഥതയുമാണെന്ന സത്യവും, പരിശുദ്ധ മറിയം ഈശോയിലേക്കുള്ള വഴികാട്ടിയാണെന്നും, പരിശുദ്ധ മറിയത്തിലൂടെ കരുണയും പാപബോധവും ലഭിക്കുന്നു. ഇതിൽ ആദ്യത്തേത് പരിശുദ്ധ മറിയത്തെ മാതാവും രാജ്ഞിയുമായി സ്വീകരിക്കുന്നതാണ്. പരിശുദ്ധ മറിയത്തിന് നമ്മെക്കുറിച്ചുള്ള മാതൃസഹജമായ സംരക്ഷണവും ശ്രദ്ധയും കരുതലും ഏറ്റുപറഞ്ഞ് അപേക്ഷിക്കുന്നതാണ് ഇതിലെ പരമപ്രധാനം. കാരണം പരിശുദ്ധ മറിയത്തെ നമുക്ക് അമ്മയായി തന്നത് സ്വന്തം പുത്രനാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം ഈ സത്യമാണ് കാണുന്നത്. അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ആ അമ്മയോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. 431 എഫേസോസ് കൗൺസിലിൽ ആധികാരികമായി ഈ അമ്മ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചു. അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിൽ ഈ സത്യം അംഗീകരിച്ചുകൊണ്ട് പരിശുദ്ധ മറിയത്തെ ദൈവ സംവാഹക എന്ന് വിശേഷിപ്പിച്ചു. ഈ സത്യം അംഗീകരിച്ചാൽ ആ അമ്മയെ സ്വർലോകരാജ്ഞിയായി നമുക്ക് സ്വീകരിക്കാം. പഴയ നിയമ കാലഘട്ടത്തിൽ യഹൂദർ രാജ്ഞി എന്ന് വിളിക്കുന്നത് രാജാവിൻ്റെ പത്നിയെയല്ല, മറിച്ച് രാജാവിൻ്റെ അമ്മയെയാണ്. ഉദാഹരണത്തിന് സോളമൻ്റെ അടുത്ത് വന്ന ബത്ശേബയെ രാജ്ഞിയായി സ്വീകരിച്ച് രാജാവ് എഴുന്നേറ്റ് അവളെ അഭിവാദനം ചെയ്തിട്ട് ആ മാതാവിനെ ഇരിപ്പിടം സജ്ജീകരിക്കുകയും രാജാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുത്തുകയും ചെയ്തു എന്നാണ് നാം വായിക്കുന്നത്. നമ്മളും ഈ പ്രാർത്ഥനയിലൂടെ ഈശോയെ നമുക്ക് നൽകിയ പരിശുദ്ധ മറിയത്തെ മാതാവും രാജ്ഞിയുമായി അംഗീകരിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനാൽ തന്നെ ദൈവികമായ ഉറപ്പോടെ നമുക്ക് പരിശുദ്ധ മാതാവായും സ്വർലോക രാജ്ഞിയായും പരിശുദ്ധ മറിയത്തെ സ്വീകരിച്ച് അപേക്ഷിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമേ, അങ്ങേ മാതാവും രാജ്ഞിയുമായി സ്വീകരിക്കാനും മാധ്യസ്ഥം അപേക്ഷിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ആവേ മരിയ.